നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. സ്വന്തം ചെയ്തികളുടെ ആ ഒരു ഭാരം അത് ജെറോം പവലിൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാത്തതിൽ അതീവ അതൃപ്തി പ്രകടിപ്പിക്കുകയും ജെറോം പവലിനെ സ്ഥാനത്തിൽ നിന്ന് മാറ്റും എന്നുള്ള രീതിയിലൊക്കെ ഭീഷണി വരെ മുഴക്കി ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഒരസൽ കാരണം ഇന്നലെ യു എസ് മാർക്കറ്റ് നാസ്ഡാക്കും ഡോയും 2.5% മുകളിൽ ഫോള് രേഖപ്പെടുത്തി ഇപ്പോൾ ഒരു റിക്കവറി മോഡിലാണ് ഉള്ളത്. നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 415 പോയിൻറ്റും ഡോ 971 പോയിൻറ്റും ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി 2.5% വീതം ഡോയും നാസ്ഡാക്കും കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 123 പോയിന്റ് പ്ലസ്സിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനികളുടെ അവസ്ഥ കാണാം. അസഞ്ചർ, എൻവിഡിയ, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇന്റൽ എല്ലാ കമ്പനീസിലും സീവിയർ സെല്ലിംഗ് പ്രഷറിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയൊരു റിക്കവറി മോഡിലാണ് ഉള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ബാങ്കിങ് കമ്പനീസിന് ശക്തമായിട്ടുള്ള ബൈയിങ് കാരണം മുകളിലേക്ക് പോയി. ബാങ്കിങ് കമ്പനീസ് ശക്തമായിട്ട് ബൈ ചെയ്യണമെങ്കിൽ FIs വേണം. അപ്പോൾ FIs ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയും അവർ 1970 കോടി രൂപക്ക് ബൈ നടത്തി. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് നടത്തിയിട്ടില്ല, അവരും 250 കോടി രൂപക്ക് ബൈ നടത്തി. അപ്പോൾ അത് മൂലം FIs ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിന്യൂസ് 4 ദിവസത്തെ കണ്ടിന്യൂസ് ബൈ ആണ്. ഇന്ത്യൻ നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ദിവസം തന്നെ രേഖപ്പെടുത്താനുള്ള കാരണം FIsന്റെ ബൈയിങ് തന്നെയാണ്. ഇനി റിസൾട്ട് ഇന്ന് HCL ടെക്കിൻ്റെ റിസൾട്ട്, മഹീന്ദ്ര ഫിനാൻസിൻ്റെ റിസൾട്ട് ഉണ്ട്, ഹാവൽസ് ഇന്ത്യ, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇന്നലെ ആരോ ചോദിച്ചിരുന്നു വാരസ് എനർജിയുടെ റിസൾട്ട് ഇന്നാണുള്ളത്. CNDLM ഇതിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി അവർ അപ്സ്ട്രിങ് സയൻസിന്റെ 90% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. 2700 കോടി രൂപക്കാണ് അക്വിസിഷൻ നടത്തിയിട്ടുള്ളത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കമ്പനി 115 കോടി രൂപയിൽ നിന്ന് അവർ നെറ്റ് പ്രോഫിറ്റ് 158 കോടി രൂപയിലേക്ക് ഉയർത്തി. മഹീന്ദ്ര ലോജിസ്റ്റിക് കമ്പനി ലോസ് ആണുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ 12 കോടി രൂപ ലോസ്, ഇത്തവണ 6 കോടി രൂപ ലോസ് ആണുള്ളത്. ലോസ് കുറച്ചു. ആനന്ദ് രാജ് കമ്പനി 78 കോടി രൂപയിൽ നിന്ന് 119 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ന്യൂസ്. ന്യൂറേക്ക കമ്പനി പഞ്ചാബിലുള്ള അവരുടെ പുതിയ പ്ലാന്റിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. കോൾ ഇന്ത്യ കമ്പനി ദാമോദർ വാലി കോർപ്പായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. HG ഇൻഫ്ര കമ്പനി അവർക്ക് ഗുജറാത്ത് ഊർജ നിഗം ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% കുറവാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗാന്ധാർ ഓയിൽ കമ്പനി ഇവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1000 കോടി രൂപയുടെ ഒരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അദാനി എൻ്റർപ്രൈസസ് കമ്പനി അവർ ഇപ്പോൾ എല്ലാ കമ്പനീസും AI ഡെവലപ്മെൻറ്റിൻ്റെ പുറകിലാണ്. അദാനി എൻ്റർപ്രൈസസും ഇത് ചെയ്യാതിരിക്കുന്നില്ല. $10 ബില്യൺ മുടക്കി അവർ ഡേറ്റ സെൻറ്റർ അവർ തുടങ്ങുകയാണ് അപ്പോൾ എന്നുള്ള ന്യൂസാണ് അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ AI-യിലേക്ക് എല്ലാ കമ്പനീസും ശക്തമായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അദാനി എൻ്റർപ്രൈസസും എത്തിയിരിക്കുന്ന ഒരു ന്യൂസാണുള്ളത്. അപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതീവ ബുള്ളിഷായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് FIsന്റെ കനത്ത ബൈയിങ് കാരണം. അപ്പോൾ അതിന് ഗ്ലോബലി ഒരു ചെറിയൊരു പോസ് ഇന്നലെ ജെറോം പവലിൻ്റെ ഭാഗത്തു നിന്നല്ല, ട്രംപും ജെറോം പവലും തമ്മിലുള്ള ആ ഒരു ഒരസൽ കാരണം വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യപ്പെടുമെന്നുള്ളത് കാത്തിരിക്കാം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.